കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. നമ്മൾ ഓർത്തതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭയ്ക്കുള്ള ദൂതുകളെക്കുറിച്ച് ധ്യാനിപ്പാനായിട്ടാണ് നാം ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് സഭാകാലയളവിൽ സഭയെ പ്രതിനിധീകരിക്കുന്ന 7 സഭകളെ 2-3 അധ്യായത്തിൽ കർത്താവ് ദൂതുകളിലൂടെ കൽപ്പിച്ച് തന്നിരിക്കുകയാണ്. നാം ചിന്തിച്ചു, സ്ഥലസഭകളായിരുന്നു, 7 സ്ഥലസഭകളായിരുന്നു. ആസ്യ പ്രൊവിൻസില് ആസ്യയിലുള്ള 7 സഭകൾ, അവിടെ 7-ലധികം സ്ഥലസഭകൾ ഉണ്ടായിരുന്നു. നമ്മൾ പല സഭകളെക്കുറിച്ചും പുതിയ നിയമത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. എന്നാൽ 7 സഭകളെ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു സാമ്പിൾ ചർച്ചസ് ആയിട്ടാണ്. ഈ 7 സഭകൾക്കും അവരുടേതായ ആവശ്യമുണ്ടായിരുന്നു, തിരുത്തുവാനും ക്രമീകരിക്കുവാനും. ഓരോ സ്ഥലസഭയ്ക്കും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലസഭയ്ക്ക് കർത്താവ് ദൂത് നൽകുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ഓരോ ദൂത് അവസാനിക്കുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉദാഹരണമായിട്ട് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതനോട് എഴുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോ സ്ഥലസഭയോടാണ് കർത്താവ് സംസാരിച്ചെങ്കിലും അത് സർവ്വലോക സഭയോട്, ലോകത്തിലുള്ള എല്ലാ സ്ഥലസഭകളോടും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്നും ലോകത്തിലാഗോളമായുള്ള സ്ഥലസഭകളോട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 7 സഭകളിലൂടെയുള്ള ഈ ദൂതിൽ നോക്കുക, ആ പ്രാദേശിക സഭകളുടെ ആവശ്യം നിറവേറ്റുവാനായിട്ട് അവരെന്ത് തിരുത്തണം, എന്തായിരിക്കണം എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ലോകത്തിലുള്ള സർവ്വ സഭകൾക്കും ആവശ്യമുള്ള ദൂത് ഈ 7 സഭകളുടെ ദൂതിലൂടെ കർത്താവ് നൽകുകയാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി, ഈ ആസ്യ പ്രൊവിൻസിലെ 7 സഭകളെ പ്രതിനിധീകരിച്ച് കാണിക്കുന്നത് 7 പൊൻനിലവിളക്കുകളിലൂടെയാണ്. ആ 1-ാം അധ്യായത്തിൽ കാണുന്നു, കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിലയങ്കി ധരിച്ച് ഈ 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുകയാണ്. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ നിലവിളക്കുകൾ ദൈവസഭയാണ്. ആ നിലവിളക്കുകൾ പൊൻനിലവിളക്കുകളാണ്. കർത്താവിൻ്റെ മാർബിലും പൊന്നുകൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുകയാണ്. കർത്താവ് ഇന്ന് നമ്മോട് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യമുണ്ടെന്ന് പറഞ്ഞു. ദൈവസഭയുടെ മധ്യത്തിൽ അവൻ്റെ പുനരുദ്ധാന ശേഷം മഹാപൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്ന് സഭയുടെ മധ്യത്തിൽ ഒരു പുരോഹിതനായി ശുശ്രൂഷിക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ ഓർത്തു, കർത്താവിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം കർത്താവിന് ഈ സ്ഥലസഭകൾ കുറച്ചുകൂടെ പ്രകാശപൂരിതമായി മാറും. അവയുടെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏത് നിലവിളക്കിൻ്റെയും കരിതിരികൾ മുറിച്ചു മാറ്റാതെ അതൊരിക്കലും പ്രകാശപൂരിതമായി മാറില്ല. കുറച്ചുകൂടെ പ്രകാശപൂരിതമായി മാറുവാൻ, അതിൻ്റെ കരിന്തിരികളെ മുറിച്ചു കളയുവാൻ ഒരു ശുശ്രൂഷകനായി ദൈവസഭയുടെ മധ്യത്തിൽ ഇന്നും ഉലാവുന്നു നമ്മുടെ കർത്താവ്. നമ്മൾ മത്തായി 16:18 വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. കർത്താവിൻ്റെ സഭയ്ക്ക് എതിർപ്പുണ്ട്. ലോകം, ജഡം, പിശാച് കർത്താവിൻ്റെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, പാതാള ഗോപുരങ്ങൾ ഒരുപോലെ കർത്താവിൻ്റെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് അതിൻ്റെ പുറകിൽ അധ്വാനിക്കുകയാണ്. തൻ്റെ ജീവൻ കൊടുത്ത് സമ്പാദിച്ച ജനത്തെ അവൻ കർത്താവായി വാണുകൊണ്ട് നടത്തുമ്പോൾ, അവരുടെ കുറവുകളെ കാണുമ്പോൾ കർത്താവ് വാസ്തവത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. സ്നേഹത്തിൽ, ആർദ്രതയിൽ കർത്താവ് ഇടപെടുകയാണ്. ഒരു ന്യായാധിപനെ പോലെ അല്ല അവൻ ഇന്ന് ഇടപെടുന്നത്. അവന് ഒരു ന്യായാധിപന്റെ ചിത്രമുണ്ട്. വാസ്തവത്തിൽ ഈ നിലയങ്കി ധരിച്ച് നടക്കുന്ന ഈ മഹാപുരോഹിതന്റെ ശുശ്രൂഷയിൽ ന്യായാധിപന്റെ ചിത്രം അവന് കാണാൻ കഴിയും. പക്ഷെങ്കിൽ അവന്റെ മാർവിൽ പൊന്നുകൊണ്ടുള്ള കച്ചയാണ്. നമുക്കറിയാം, മാർവില് കച്ച കെട്ടുന്നത് സ്ത്രീകളാണ്. ഒരു മാതാവിന്റെ ആർദ്രതയോടെ, ടെൻഡർനെസ്, ആ സഭയെ അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തിരുവചനത്തിൽ വായിക്കുന്നു, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയില്ല, ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയില്ല. ദൈവജനത്തിന്റെ കുറവുകളെ കാണുമ്പോൾ അവരെ ഒടിച്ച് എറിഞ്ഞു കളയുന്നവനായിട്ടല്ല അവന്റെ ആഗ്രഹം. ഒരു 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 ടെൻഡർ ഹാർട്ടോടുകൂടി, ഒരു മദർലി കെയറില്, ഒരു മാതാവിന്റെ ആർദ്രതയിൽ സഭയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർ കുറച്ചുകൂടെ പ്രകാശപൂരിതമായി ചേരുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവമഹത്വമാണ്. ആ പൊന്ന് ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നു. സഭ അവന് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആസ്യ ചതുപ്പ് നിലമാണ് ആസ്യ പ്രദേശം. ആ ആസ്യയിലെ ചതുപ്പ് നിലത്തിന്റെ മധ്യത്തിൽ പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട തങ്കവിളക്കുകള് അവന്റെ സഭയാണ്. അത് വിലയേറിയതാണ്, കർത്താവിന് ഏറ്റവും വിലപ്പെട്ടതാണ്. നോക്കുക, അതിൻ്റെ കാണുന്ന തിരികളാണ് ഞാനും നിങ്ങളും. സഭയെക്കുറിച്ചുള്ള ആത്യന്തിക ഉദ്ദേശം അവയാക്കിയിരിക്കുന്ന സ്ഥലത്ത് പ്രകാശ പരത്തുക എന്നുള്ളതാണ്. ഓരോ സ്ഥലസഭയും
ആ പ്രകാശം പരത്തുവാനായിട്ട് ആവശ്യമാണ്. എന്നാൽ ആ പ്രകാശം പരത്തണമെങ്കിൽ നമ്മൾ ഓർത്തു, പാതാള ഗോപുരങ്ങൾ അതിനോട് പോരാട്ടം നടത്തി പലവിധ തന്ത്രങ്ങളാൽ സഭയെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് എന്താണ് നിങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് ഓരോ സ്ഥലസഭയ്ക്കും ഉപദേശം കൊടുക്കുകയാണ്. ഈ 7 സഭകളുടെ ദൂത് നാം പഠിക്കുമ്പോൾ ഇന്നും ദൈവത്തിന്റെ ജനത്തിന് എന്ത് കുറവുകൾ ഉണ്ടെന്നുള്ളത് യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് അവൻ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നത് നമ്മൾ അത് സ്വീകരിച്ചുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കർത്താവിന്റെ ദൂതനെ അംഗീകരിപ്പാൻ മനസ്സുള്ളവര് അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ സഭ ലോകത്തിലൊരു പ്രകാശമായി ഇന്ന് നിലകൊണ്ടേനെ. നമുക്ക് ആദ്യത്തെ സഭയുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കാം. അത് നമ്മൾ ഓർത്തു, പ്രവചനപരമായിട്ട് കൂടെയാണ് ഈ ദൂതുകൾ നൽകിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. എഫെസോസ് തുടങ്ങി ലവോദിക്ക വരെ എന്ന് പറയുമ്പോൾ സഭയുടെ ആരംഭം തുടങ്ങി സഭയുടെ അവസാനം വരെ നമുക്ക് ഒരു പ്രോഗ്രസീവായിട്ട് സഭയിൽ കാണപ്പെടുന്ന ചരിത്രത്തോടുള്ള ബന്ധത്തിലും ഇത് നമുക്ക് തുലനം ചെയ്ത് പഠിക്കാം. നമുക്ക് ആദ്യത്തെ ദൂത് എന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങി 1 തൊട്ട് 7 വരെ വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കലോവരുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ചരിത്രപരമായി പഠിക്കുകയാണെങ്കിൽ ഈ കാലയളവ് ഏകദേശം AD 33 തൊട്ട് 100 വരെയുള്ള കാലഘട്ടമാണെന്ന് പ്രവചന രൂപേണ പഠിക്കാം. അതങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാവുന്നില്ല. കാരണം നമ്മൾ ഓർത്തു, ഓരോ സ്ഥലസഭയുള്ള ബന്ധത്തിൽ ഈ ദൂത് നൽകപ്പെടുമ്പോൾ സർവ്വലോക സഭയോട് കർത്താവ് പറയുമ്പോൾ പ്രവചന രൂപേണ സഭയുടെ പ്രാരംഭഘട്ടത്തിൽ കടന്നു വന്ന പരാജയത്തെ കർത്താവ് ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് അന്നെന്ന പോലെ എല്ലാ കാലയളവിലും എല്ലാ സഭകൾക്കും ബാധകമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ അവസാനത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 കാര്യം പ്രാരംഭമായി നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഈ എഫെസോസ് പട്ടണത്തെക്കുറിച്ചും ഈ പട്ടണത്തിൽ എഫെസോസ് സഭ എങ്ങനെ ഉണ്ടായെന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ പുതിയ നിയമത്തിൽ മറ്റൊരു ലേഖനം വായിക്കുന്നു, എഫേസ്യ ലേഖനം. ആ എഫേസ്യ ലേഖനം എഴുതിയ അതേ സ്ഥലസഭയ്ക്കാണ് കർത്താവ് ഈ ദൂത് ഇവിടെ എഴുതുന്നത്. എഫേസ്യ ലേഖനം പൗലോസ് റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് ഏകദേശം AD 60 എഴുതുന്നുവെങ്കിൽ ഈ ലേഖനം യേശുക്രിസ്തു പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് നൽകുന്നത് AD 95. അതായത് എഫേസ്യ ലേഖനം എഴുതിയപ്പോൾ എഫെസോസിലെ സഭയെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളെ എടുത്ത് അഭിനന്ദിച്ചുകൊണ്ട് പൗലോസ് എഴുതുമ്പോൾ ഒരു 30-35 വർഷം കൂടെ കഴിഞ്ഞു. AD 95 പത്മോസിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് ഈ എഫെസോസ് സഭയ്ക്കുള്ള ദൂത് കർത്താവ് കൊടുക്കുമ്പോൾ ആ സഭയിൽ വന്ന പരാജയത്തെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി നമുക്കത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പട്ടണത്തെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെയുള്ള സ്ഥലസഭയുടെ മഹത്വം മനസ്സിലാക്കാം. ആ വലിയ ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. നോക്കുക, റോമൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആസ്യ പ്രൊവിൻസിന്റെ തലസ്ഥാനം, റോമൻ സാമ്രാജ്യത്തിലെ ആസ്യ പ്രൊവിൻസിന്റെ തലസ്ഥാനം പെർഗമം ആയിരുന്നു. ഈ പെർഗമം ആയിരുന്നുവെങ്കിലും നോക്കുക, അതിനേക്കാട്ടിൽ വലിയൊരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. വലിയ പ്രസിദ്ധമായ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്ന്. അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനിടയായി, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് മെട്രോപോളിസ് ഓഫ് ഏഷ്യ. ആസിയയിലെ ഏറ്റവും വലിയ മെട്രോപോളിസും ഏറ്റവും വലിയ പട്ടണമായിരുന്നു എഫെസോസ്. മാത്രമല്ല, ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു. സമുദ്ര തീരത്ത് നിന്ന് 3 മൈല് അകത്തോട്ട് കയറി കെയ്സ്റ്റർ എന്ന് പറയുന്ന നദീതീരത്ത് പണിതുയർത്തിയ പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. വളരെ വെൽത്തി ആയിട്ടുള്ള, ധനം കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. ഈ പട്ടണത്തെക്കുറിച്ച് തിരുവചനത്തിൽ തന്നെ വീണ്ടും പഠിക്കാം. അപ്പോസ്തലപ്രവൃത്തി 19:31 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊരു വാക്ക് വായിക്കുന്നുണ്ട്: ആസ്യാധിപന്മാർ, ഇംഗ്ലീഷിൽ വായിച്ചാൽ റൂളേഴ്സ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ഈ ഭാഗം വാസ്തവത്തിൽ റോമൻ ആധിപത്യത്തിലായിരുന്നെങ്കിലും സ്വാതന്ത്ര്യം കൽപ്പിച്ചിരുന്നു. ദേ വർ സെൽഫ് ഗവേണിംഗ് സിറ്റി. അവർക്ക് സ്വയമായി ഭരിക്കുവാൻ
റോമൻ അധിപതിയോട് അവർ കടംപെട്ടിരുന്നു. എന്നാൽ സ്വയമായി ഭരിക്കുവാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നത് കൊണ്ടാണ് ആ അധിപന്മാരെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 19:31 നാം വായിക്കുന്നത്. ഇനിയും ഈ എഫേസ്യ പട്ടണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ സലസഭയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഗ്രഹിക്കുക. ഈ പട്ടണം ആർത്തമിസ് ദേവി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഡയാനാദേവിയുടെ ക്ഷേത്രം നിലനിന്ന ഒരു സ്ഥലമായിരുന്നു. പുരാതന കാലത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരത്ഭുതമായിരുന്നു ആർത്തമിസ് ദേവി. അവിടുത്തെ ആരാധനയെക്കുറിച്ച് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പട്ടണം മുഴുവൻ ഈ ആർത്തമിസ് ദേവി ആരാധിച്ചുകൊണ്ടിരുന്നു. ഡയാനെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു ഈ ദേവി. കൂടാതെ ഈ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ധാരാളം പുരോഹിതന്മാരും അതുപോലെ തന്നെ പുരോഹിതകളും ദേവദാസികളെ പോലെയുള്ള സ്ത്രീകൾ പുരോഹിതകളായി ഈ ക്ഷേത്രത്തില് സേവിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിന്റെ 18-20 വായിക്കുമ്പോൾ ഈ പട്ടണം ക്ഷുദ്രപ്രയോഗം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം നോക്കിയാട്ടെ. ആക്ട്സ് ചാപ്റ്റർ 19 18-20 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ എഫെസോസ് പട്ടണത്തിന്റെ ഒരു പ്രത്യേകത നോക്കുക. ഇത് ആർത്തിമീസ് ദേവിയുടെ പട്ടണമായിരുന്നു. 18 വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. അവരുടെ വില കണക്കൂട്ടിയാൽ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഈ പട്ടണത്തില് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം മന്ത്രവാദം ഉണ്ടായിരുന്നു. ക്ഷുദ്രപ്രയോഗം വിശ്വസിച്ചവരെ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞത് 50,000 വെള്ളിക്കാശ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ വേജ് എന്ന് പറയുന്നത് 1 വെള്ളിക്കാശായിരുന്നു. ഒരു പുരുഷൻ ഒരു ദിവസം പണിയെടുത്താൽ അവന് കിട്ടുന്ന കൂലി 1 വെള്ളിക്കാശായിരുന്നു. അങ്ങനെയാണെങ്കിൽ 50,000 വെള്ളിക്കാശിന്റെ ഗ്രന്ഥങ്ങൾ, അതായത് ക്ഷുദ്രപ്രയോഗത്തിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ക്ഷുദ്രങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങള്, മന്ത്രവാദങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ എത്രമാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. വലിയ ധനമുള്ളൊരു പട്ടണം, ഒരു ഹാർബർ ആയിരുന്നു. ആസിയയിലെ വെൽത്തിയസ്റ്റും മെട്രോപോളിസ് ഒരു പട്ടണമായിരുന്നു. മാത്രമല്ല ഈ പട്ടണത്തിലെ ആർത്തമീസ് ദേവിയുടെ ദേവാലയം നിലനിന്നിരുന്നു. ലോകപ്രസിദ്ധമായ ആരാധന മാത്രമല്ല, പുരാതന കാലത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നു ഈ ആർത്തമീസ് ദേവി. കൂടാതെ നമ്മളിപ്പോൾ വായിച്ച പോലെ, ചിന്തിച്ച പോലെ ക്ഷുദ്രപ്രയോഗത്താൽ വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു ഈ എഫെസോസ് പട്ടണം. ഇതിന്റെ മധ്യത്തിൽ കർത്താവ് ഒരു കൂട്ടം ജനത്തെ വിളിച്ച് വേർതിരിക്കുകയാണ്. ഈ വിധത്തിലുള്ള ഈ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ സുവിശേഷത്താൽ വേർതിരിക്കുകയാണ്. അങ്ങനെയാണ് എഫെസോസ് സഭ ഉണ്ടായത്. പക്ഷേ എങ്ങനെയാണ് എഫെസോസ് സഭ ഉണ്ടായത്? ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ മറിക്കാതെ നമുക്ക് നോക്കാം. 18 അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിലെ പൗലോസ് അന്ത്യോക്യയിലേക്ക് പോവുകയാണ്. പൗലോസ് അന്ത്യോക്യയിൽ പോയപ്പോൾ എഫെസോസ് ഒന്ന് സന്ദർശിച്ചു. എഫെസോസ് സന്ദർശിച്ച് താന് ഒരു ദിവസം സിനഗോഗിൽ പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ളവർ പൗലോസിനോട് ആവശ്യപ്പെട്ടു, നീ പോകരുത്, ഇവിടെ താമസിക്കണം, ഇനിയും ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പൗലോസ് അത് സമ്മതിച്ചില്ല. പൗലോസ് അത് സമ്മതിക്കാതെ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ ഞാൻ ഇനിയും മടങ്ങി വരാമെന്ന് പറഞ്ഞു. 18 അധ്യായത്തിന്റെ 18 വാക്യം നോക്കിയേ. പൗലോസ് പിന്നെയും കുറേ നാൾ പാർത്ത ശേഷം സൗർമാരെ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ ക്രങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്തിട്ട് പ്രിസ്കില്ലയും അക്വിലാവിനെയും കൂട്ടി കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്നവർ അപേക്ഷിച്ചു. അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരാമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ കയറി പൗലോസ് പോവുകയാണ്. പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിലെ പൗലോസ് എഫെസോസിലെ സിനഗോഗിൽ പ്രസംഗിച്ചപ്പോൾ പൗലോസ് വീണ്ടും അവിടെ പാർക്കണമെന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ടു. പൗലോസ് അതിന് വിധേയനായില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന അക്വിലാവിനെയും പ്രിസ്കില്ലയും ആ പട്ടണത്തിൽ വിട്ടിട്ട് പൗലോസ് പോവുകയാണ്. ഈ പട്ടണത്തിലെ 18 അധ്യായത്തിന്റെ 25 വാക്യം വായിച്ചാൽ അപ്പല്ലോസ് എന്ന് പറയുന്ന വാഗ്വൈഭവമുള്ള ഒരു പുരുഷനും അവിടെ വന്ന് പ്രസംഗിച്ച് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ച് ചില ശിഷ്യന്മാർ അവിടെ എഫെസോസിൽ ഉണ്ടായതായിട്ട് നാം കാണുന്നു. എന്നാൽ പൗലോസ് വീണ്ടും തിരിച്ച് പൗലോസ് ഇവിടെ വരുന്നു. നമ്മളത് 19 അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് വീണ്ടും മടങ്ങി വന്ന് സിനഗോഗിൽ 3 മാസം പൗലോസ് പ്രസംഗിക്കുന്നു. അതിന്റെ 19ന്റെ 8 വാക്യം, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ചിലർ കഠിനപ്പെട്ടു, പൗലോസിനെ ഈ വിധത്തിലൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നാം വായിക്കുന്നു അതിന്റെ 10 വാക്യത്തിലെ 9ന്റെ അവസാനം, ദുഷിച്ചപ്പോൾ അവനവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചുകൊണ്ട് അത് 2 സംവത്സരത്തോട് നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരിലും യവനന്മാരിലും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി.
പൗലോസ് സിനഗോഗിൽ 3 മാസം പ്രസംഗിച്ചു. പിന്നീട് 2 വർഷത്തിൽ കൂടുതൽ തുറന്നോസിന്റെ പാഠശാലയിൽ താമസിച്ചുകൊണ്ട് എഫെസോസിൽ ശുശ്രൂഷിക്കുന്നു. പൗലോസ് ഇവിടെ പാർക്കുന്നത് ഏകദേശം 3 വർഷത്തോളം താമസിച്ചെന്ന് മറ്റൊരു വേദഭാഗത്ത് കാണാം. 20-ാം അധ്യായം എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തില് അതിന്റെ 31-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നമുക്കറിയാം, എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്ന ഭാഗമാണ്. 20-ന്റെ 31-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകലിടപെടാതെ കണ്ണുനീർ വാർച്ചുകൊണ്ട് ഓരോരുത്തരോട് ബുദ്ധി പറഞ്ഞുകൊണ്ട് ഓർത്തുകൊള്ളുവീൻ. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് താൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ 3 വർഷം കണ്ണുനീരോടുകൂടെ നിങ്ങളോടുകൂടെ ഉപദേശിച്ചത് നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സലസഭയെ പരിപാലിച്ചു കൊള്ളുവാൻ വലിയ ദൗത്യവും ഇവരെ സൂക്ഷിച്ചു കൊള്ളണം. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന സഭയിൽ കടന്നുവരും, നിങ്ങളവരെ പരീക്ഷിച്ച് മനസ്സിലാക്കണം. മൂപ്പന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം, സഭയെ കാത്തുകൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം പൗലോസ് പറയുകയാണ്. കാരണം എന്താ? താൻ നൊന്ത് പ്രസവിച്ച തന്റെ 3 വർഷത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ സഭ. മാത്രമല്ല, സഭയെന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും പൗലോസിനറിയാം. 3 വർഷത്തോളം തന്റെ ജീവിതത്തിൽ അവിടെ സ്പെൻഡ് ചെയ്തു. പൗലോസ് ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കാണുന്നത് ഈ എഫെസോസിലായിരുന്നു. എന്നാൽ പൗലോസ് പിന്നീട് തന്റെ നിജപുത്രനെ, വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിനെ അവിടെ വിട്ട് പറഞ്ഞയക്കുന്നു. 1 തിമത്യോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലെ 1 Timothy chapter 1 verse 3, നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ. പൗലോസ് തിമത്യോസിനോട് എഫെസോസിൽ ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെടുന്നു. ചരിത്രം പറയുന്നത് തിമത്യോസ് ആയിരുന്നു എഫെസോസിലെ ആദ്യത്തെ ബിഷപ്പ്. ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നു മൂപ്പൻ എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പാസ്റ്റർ എന്നാണ്. ബിഷപ്പ് എന്നുള്ള പദം ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നു, ഈ വാസ് ദ ഫസ്റ്റ് ബിഷപ്പ് ഓഫ് എഫെസോസ്. എഫെസോസിലെ ആദ്യത്തെ ബിഷപ്പായിട്ട് തിമത്യോസിനെ അവിടെ കാണുമ്പോൾ അദ്ദേഹമായിരുന്നു ആദ്യത്തെ ആ സഭയുടെ മൂപ്പൻ എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ചരിത്രവും പറയുന്നുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ ഈ സഭയുടെ ഒരു ലീഡിംഗ് ഫിഗർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവിന്റെ മാതാവായ മറിയെ കൂട്ടിക്കൊണ്ട് ഈ എഫെസോസിൽ വന്ന് മറിയ അവിടെ മരിച്ചു അടക്കപ്പെട്ടുവെന്ന് ചരിത്രം പറയുന്നു. അതായാലും ബൈബിളിൽ അതിന് തെളിവ് കാണുന്നില്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനത് ഇത്രയും ചരിത്രം എടുത്ത് പറഞ്ഞത്. ഈ സലസഭ എങ്ങനെയുണ്ടായി? ഈ പട്ടണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും ലോകത്തിന്റെ മഹത്വങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, ഒരു ദൈവദാസൻ തന്നെ അവിടെ സമയം ചെലവഴിച്ച് അധ്വാനിച്ചതിന്റെ ഫലമായി ചില വിശ്വാസികൾ നമ്മളിവിടെ വായിക്കുന്നു, അവിടെയുണ്ട് ദൈവജനം പരന്ന്, അവിടെ ഉള്ളവരൊക്കെ ദൈവജനം കേട്ടിട്ട് അവിടെ പൗലോസിനോട് എതിർക്കുന്നവരും അനുസരിക്കുന്നവരും വന്നപ്പോൾ അനുസരിക്കുന്നവരെ വേർതിരിച്ചുകൊണ്ട് തുറന്നോസിന്റെ പാഠശാലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഏകദേശം 2 വർഷത്തോളം 2-3 വർഷത്തോളം താമസിച്ച് അവരെ പഠിപ്പിച്ച്, ദൈവവചനം പഠിപ്പിച്ച് വീണ്ടും ആ പഠനം തുടർന്നു പോകുവാൻ തിമത്യോസിനെ അവിടെ ആക്കി. പൗലോസ് അങ്ങനെ ഒരു എഫെസോസ് സഭയെ അവിടെ പടുത്തുയർത്തുവാനായിട്ട് പൗലോസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ദൈവദാസന്റെ കരത്തെ, ജീവിതത്തെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ആ സഭയാണ് കർത്താവിന്റെ കൺമുമ്പിൽ തങ്കവിളക്കിനാൽ പ്രതിനിധീകരിച്ചിരിക്കുന്ന സഭ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ സഭ കർത്താവിന്റെ ഹൃദയത്തിൽ എത്ര വിലപ്പെട്ടതാണ്. ആ സഭയോട് കർത്താവ് ബന്ധപ്പെട്ടിരിക്കുന്നു. പൗലോസും നമ്മൾ ഓർത്തതുപോലെ തിമത്യോസും മറ്റും അപ്പൊല്ലോസും മറ്റും പ്രവർത്തിച്ച് ആ സലസഭയുണ്ടായെങ്കിലും ആ സലസഭയോട് യേശുക്രിസ്തു എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് ആ സലം സഭയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ സഭയുടെ ദൂതിൽ കർത്താവ് പറയുന്നു, ഞാൻ അറിയുന്നു. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോഞ്ഞതും ഞാൻ അറിയുന്നു. നോക്കുക, കർത്താവിനെ നമ്മൾ ഈ എഫെസോസിലൊന്നും പ്രവർത്തിച്ച സലസഭ ഉണ്ടാക്കിയായിട്ട് കാണുന്നില്ലേ. അവൻ പുനരുത്ഥാനം പ്രാപിച്ചവനാണ്, അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനാണ്. എന്നാൽ അവന്റെ നാമത്തിൽ ഈ സലസഭയുടെ ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ ആ സഭയോട് അവൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അവരുടെ കഷ്ടങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന വൈഷമ്യങ്ങള്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള്, സലസഭയുടെ പ്രശ്നങ്ങള്, അവരുടെ മധ്യത്തിൽ വിപരീത ഉപദേശമായിട്ട് കടന്നു വന്നവരെ കുറിച്ച് അവർ ശ്രദ്ധിച്ചത്, ഇതെല്ലാം കർത്താവ് പറയുന്നു, ഞാൻ അറിയുന്നു. അതേ കർത്താവാണ് ഈ സലസഭയുടെയും കർത്താവായി നിൽക്കുന്നത്. ലോകത്തിലുള്ള ഓരോ സലസഭയോടും ആ സലസഭ കർത്താവിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അവൻ അതിന്റെ സകല ചേഷ്ടകളും അവിടെ നടക്കുന്ന സകലതും കർത്താവ് അറിയുന്നു. ഹി നോസ്. ഞാൻ അറിയുന്നു. ആ സലസഭയോട് കർത്താവ് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സലസഭയോട് കർത്താവ് അതേ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ കുറവുകളെ പരിഹരിപ്പാൻ ഒരു ന്യായാധിപനായിട്ടല്ല, ആർദ്രതയുള്ള ഒരു മാതാവിനെ പോലെ മാറത്ത് കച്ചകെട്ടിയവനായി ദൈവമഹത്വം കൊണ്ട് ഹൃദയം നിറഞ്ഞിട്ട് ആ മഹത്വം അവരിൽ നിന്ന് പ്രതിഫലിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ മധ്യത്തിൽ കർത്താവ് നടക്കുകയാണ്, ഉലാവുകയാണ്. എത്ര മഹത്വപൂർണമായ ചിന്തയാണ് സഭയെക്കുറിച്ച്
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പല ദൈവദാസന്മാരോട് പ്രവർത്തിച്ചു. പൗലോസ് പ്രവർത്തിച്ചു, അപ്പൊല്ലോസ് പ്രവർത്തിച്ചു, തിമോഥെയോസ് പ്രവർത്തിച്ചു, പിന്നീട് യോഹന്നാന്റെ ശുശ്രൂഷ ലഭിച്ചു. പല ദൈവദാസന്മാർ ശുശ്രൂഷിച്ചു. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞ പോലെ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി. ഓരോരുത്തർ അവനവന്റെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം കർത്താവ് കൊടുക്കും. ദൈവത്തിന്റെ ദാസന്മാരെ വിവിധ രീതിയിൽ ദൈവം ഉപയോഗിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് കർത്താവ് പ്രതിഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ഓർത്തതുപോലെ എഫേസ്യ ലേഖനം എഴുതുന്നത് പൗലോസ് റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് AD 60 ഒരു 35 വർഷം കൂടെ കഴിഞ്ഞു. AD 95 പത്മോസിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് ഈ സലസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ദൂതുകൾ കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കുക, ഈ 7 സഭയ്ക്കുള്ള ദൂതുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ 7 സഭയുടെ പേരുകൾക്കും പ്രാധാന്യതയുണ്ട്. എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം ബിലവഡ് ഓർ റിലാക്സേഷൻ എന്നുള്ള അർത്ഥവും വരുന്നുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയ, എഫീമി എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഈ എഫെസോസ് എന്ന വാക്ക് വന്നിരിക്കുന്നത് അയഞ്ഞു പോകുന്നു, റിലാക്സേഷൻ. എന്നാൽ അത് ബിലവഡ് എന്നുള്ള അതിന്റെ അർത്ഥം ബിലവഡ് എന്നും വരുന്നുണ്ട്. കർത്താവിന് വളരെ വിലപ്പെട്ട പ്രിയ ആണ് ഈ സലസഭ. എന്നാൽ എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം എഫീമി എന്നുള്ള ധാതുവിൽ നിന്നും ധരിക്കാൻ അയഞ്ഞു പോകുന്നു, കടിഞ്ഞാൺ അയച്ചു വിടുക എന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ അയഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സലസഭ. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഈ 7 സഭയ്ക്ക് പഠിക്കുമ്പോഴും എന്നെ കുറച്ചുകൂടെ ചിന്തിപ്പിച്ചൊരു വസ്തുത, ഈ സലസഭയ്ക്ക് കർത്താവ് നേരിട്ട് ദൂത് കൊടുക്കുകയല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എഫെസോസിന്റെ സഭയുടെ ദൂതൻ എഴുതുക. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിക്കുകയുണ്ടായി. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂതുവാഹിയാണ്, നമ്മളത് ഓർത്തു. അല്ലാതെ ഏഞ്ചൽസ് അല്ല. ദൈവത്തിന്റെ സഭയ്ക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, ദൈവജനത്തിന് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, അവരെ സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പല വാക്യങ്ങളിൽ കൂടെ പഠിച്ചു. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഈ കർത്താവിന്റെ ദൂത് അറിയിക്കുന്ന ദൂതന്മാർ, ഒരു പക്ഷെങ്കിൽ ഈ എഫെസോസിലെ സഭയുടെ ദൂതൻ എന്ന് പറയുന്നത് മിലത്തോസിൽ വെച്ച് പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:11 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. അത് സഭയുടെ ദൂതന്മാരായിരുന്നു. അവരോടാണ് ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ, സൂക്ഷിപ്പാൻ, ശ്രദ്ധിപ്പാനൊക്കെ ആവശ്യപ്പെടുന്നത്. അവരിൽ ഒരുവനായിരിക്കണം ഈ എഫെസോസിലെ സഭയുടെ ദൂതൻ, അല്ലെങ്കിൽ ഈ ദൂത് കൊടുക്കുന്ന വ്യക്തി. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇന്ന് സലസഭയോട് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയല്ല. ചിലർ പറയും എന്നോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിച്ചതൊക്കെ പറയും. അങ്ങനെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ലേ? പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള വ്യവസ്ഥ നമ്മൾ കാണുന്നില്ല. കർത്താവ് ഇന്ന് സംസാരിക്കുമ്പോൾ ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ ദൈവത്തിന്റെ അരുളപ്പാട് ദൈവത്തിന്റെ ദാസന്മാരാണ് അറിയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ പ്രചോദരായി അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രേരണ കൊടുത്ത് അവന് സലസഭയോട് സംസാരിക്കാനായിട്ടുള്ളത് അവൻ തന്റെ ദാസന്മാരിലൂടെ സംസാരിക്കും. അവരുടെ വചനത്തെ തിരസ്കരിക്കുമ്പോൾ വാസ്തവത്തിൽ ശമൂവേലിനോട് കർത്താവ് പറഞ്ഞ പോലെയുള്ളൂ, അവർ നിന്നെയല്ല, അവർ ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാണ് തിരസ്കരിച്ചതെന്ന് ഇസ്രായേലിനോട് കർത്താവ് പറഞ്ഞ പോലെയുള്ളൂ. നമ്മൾ അതിന്റെ ഗൗരവം കൂടെ മനസ്സിലാക്കണം. കർത്താവ് ഇന്നും സലസഭയോട് സംസാരിക്കുന്നത് അവന്റെ ദൂത് വഹിക്കുന്ന അവന്റെ ദാസന്മാരിലൂടെയാണ്. പ്രത്യേകിച്ച് സലസഭയുടെ ഇവിടെ പറയുമ്പോൾ ദൂതുവാഹകനായ, നമ്മൾ ഓർത്തതുപോലെ ഒരു പക്ഷെങ്കിൽ എഫെസോസ് 20 കാണുന്ന എഫെസോസിലെ മൂപ്പന്മാരിൽ ഒരുവനായിരിക്കണം അത്. എന്നാൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അതിന്റെ 15-ാം വാക്യത്തിൽ ആ ദൂതന്മാർ എവിടെയാണ്? അവന്റെ വലങ്കയിലാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. ആ ദൂത് ദൈവസഭയ്ക്ക് കൊടുക്കുന്നവരെ അവൻ പിടിച്ചിരിക്കുന്നു എന്നുള്ള പദം മൂലഭാഷയിലെ അതിന് പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നു, ദ വോൾ ഒബ്ജക്റ്റ് ഈസ് ഗ്രിപ്ഡ് വിത്തിൻ ഹിസ് ഹാൻഡ്. അവരെ ഇങ്ങനൊന്ന് കൈക്ക് പിടിച്ചിരിക്കുന്നതല്ല, അവരെ പൂർണ്ണമായി അവൻ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സെക്യൂർഡ് ഇൻ മൈ ഹാൻഡ്, നീ എന്റെ കരത്തിൽ സുരക്ഷിതമാണ്. സഭയോട് നീ ദൂത് അറിയിക്കണം. ഒരു പക്ഷെങ്കിൽ വേദനപ്പെടും, ഒരു പക്ഷെങ്കിൽ മുറിവേൽക്കും, ഒരു പക്ഷെങ്കിൽ നിന്റെ ദൂതുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. നമ്മൾ ഈ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അതാണ് കാണുന്നത്. പലപ്പോഴും അവരെ കല്ലെറിയുവാൻ കല്ലുകളെടുത്തു, അവരെ ഇഷ്ടപ്പെട്ടില്ല. അവർ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനത്തിന് അംഗീകരിപ്പാൻ മനസ്സില്ല, കാതുകളില്ല കേൾപ്പാൻ. അതുപോലെ തന്നെയാണ് സലസഭയിലും പലരെയും അംഗീകരിപ്പാൻ കഴിയാത്തത്, പലരെയും ദൂതുകൾ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തത്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ കർണരസമാകുമാർ പ്രസംഗിക്കാത്തതുകൊണ്ടാണ്. കർണരസമാകുമാർ പ്രസംഗിക്കുന്നവരെ പൊറിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുമ്പ് കൂട്ടി പറഞ്ഞു. അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിന്റെ ദാസന്മാർ ആരാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു, തിമോഥെയോസിനോട് ആവശ്യപ്പെട്ടതുപോലെ നീ ദൈവത്തിന്റെ ഒരു കൊള്ളാവുന്ന ദാസനായി നിൽക്കുക. എന്നാൽ അവർക്കുള്ള സുരക്ഷിതത്വം, യു ആർ ഫുള്ളി ഗ്രിപ്ഡ് വിത്തിൻ മൈ ഹാൻഡ്. ഞാൻ നിന്നെ ഏറ്റവും സുരക്ഷിതമായ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ആ ദൂതുവാഹനമുള്ള ബന്ധത്തിൽ നമ്മളത് വായിക്കുന്നു. എന്നാൽ ഇവരോട് പറഞ്ഞു, ഞാൻ അറിയുന്നു.
എന്താണ് കർത്താവ് അറിയുന്നെന്ന് പറഞ്ഞത്? നമുക്ക് അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കർത്താവ് പറയുകയാണ്, എനിക്കറിയാം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ചില ഭാഷയിലെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, ഐ നോ യുവർ വർക്ക്, ഐ മീൻ യുവർ ടോയിൽ ആൻഡ് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡുറൻസ്. വില്യം ബാർക്ലിയുടെ ഭാഷാന്തരം എന്ന് പറഞ്ഞാൽ, ഐ നോ യുവർ വർക്ക്, ഐ മീൻ യുവർ ടോയിൽ ആൻഡ് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡുറൻസ്. നിന്റെ പ്രവൃത്തി എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നീ തളർന്നു പോകാതെ നീ സഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത് ഞാൻ അറിയുന്നു. റിവേഴ്സ് സ്റ്റാൻഡേർഡ് വേർഷനിലെ ഐ നോ യുവർ ഡെലിജന്റ് ലേബർ, നിന്റെ ഉണർന്നിരുന്നു കൊണ്ടുള്ള ശുശ്രൂഷ ഞാൻ അറിയുന്നു. അതിന്റെ ശരിയായിട്ടുള്ള ഭാഷാന്തരത്തെ കുറിച്ച് പറയുന്നത് ലേബർ ഇൻ ടു വിയർനെസ് ഓർ സ്റ്റെനസ് ആൻഡ് എക്സോസ്റ്റിംഗ് ലേബർ എന്ന് പറഞ്ഞാൽ തളരുന്നത് വരെ അവർ പ്രയത്നിക്കുകയാണ്, എന്നാൽ തളർന്നു പോകുന്നില്ലേ? തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി അവരുടെ ശരീരം ക്ഷീണിക്കുന്നത് വരെ അവർ അത്രത്തോളം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാനത് അറിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സലസഭയെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക. ആ വാസ്തവത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ ഒരു പ്രയത്നമാണ്. ദൈവജനെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, മൂപ്പന്മാരുള്ള ബന്ധത്തിലും വായിക്കുന്നുണ്ട്, നന്നായി ഭരിക്കുന്ന പ്രത്യേകാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്താ അവിടെ പറയുന്ന വാക്ക്? അധ്വാനിക്കുക, ലേബർ എന്നാണ്. വചനം പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ലേബറുണ്ട്, അതിന്റെ പുറകിൽ അധ്വാനമുണ്ട്. നോക്കുക, അധ്വാനിക്കുക. ഇവിടെ വായിക്കുന്നുണ്ട്, അവരും അധ്വാനിക്കുകയാണ്. ഞാൻ 1-2 വാക്യങ്ങള് ശ്രദ്ധിക്കാനിടയായി. പൗലോസ് പറയുന്നുണ്ട്, അത് രസകരമായ എന്ന് പറഞ്ഞാൽ നമ്മളെ ചലഞ്ച് ചെയ്യേണ്ട ഒരു വാക്യമാണ്. മറ്റുള്ളവരോട് നോക്കിക്കൊണ്ട് പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 15:10, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്തൊരു തൃപ്തിയായിരിക്കും പൗലോസിന്റെ ജീവിതത്തിൽ. പൗലോസ് പറയുന്നു, അവരെക്കാട്ടിലധികം ഞാൻ അധ്വാനിച്ചു. ഈ സഹോദരിമാരുള്ള ബന്ധത്തിലും ഇത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. റോമലേഖനം 16-ാം അധ്യായം എടുത്താട്ടെ. റോമൻസ് ചാപ്റ്റർ 16, റോമലേഖനം 16-ാം അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുമ്പോൾ 16-12 വാക്യം, കർത്താവിൽ അധ്വാനിക്കുന്നവരായ രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചെയ്യുവേൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചെയ്യുവേൻ. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു, അധ്വാനിച്ചെന്നും വളരെ അധ്വാനിച്ചെന്നും. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു. ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അവർ അധ്വാനിച്ചു. എന്നാൽ പെർസിസിനെ കുറിച്ച് പറഞ്ഞു, അവൾ വളരെ അധ്വാനിച്ചു. അധ്വാനത്തിന്റെ വളരെ അധ്വാനിക്കുന്നതിന്റെ വ്യത്യാസം കർത്താവിനറിയാം. നോക്കുക, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, പൗലോസ് പറഞ്ഞു, ഞാൻ അവരെ എല്ലാവരെക്കാളും അധികം അധ്വാനിച്ചു. പെർസിസ് വളരെ അധ്വാനിച്ചു. ത്രുഫനയും ത്രുഫസും കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. സഹോദരന്മാരുടെ പേരുകൾ പറയുമ്പോൾ അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. പ്രിയ സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ സഭയുള്ള ബന്ധത്തിൽ അവനോടുള്ള സ്നേഹം മൂലം നമുക്ക് ഈ വാക്കുകൾ പറയാൻ കഴിയുമോ? ജീവിതത്തിന്റെ അന്ത്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കണക്കുകളെ ബോധിപ്പിക്കാൻ നിൽക്കുമ്പോൾ അനേക ദൈവദാസന്മാരെ ദാസിമാരെ നോക്കി അവർ വളരെ അധ്വാനിച്ചു. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ അവരെല്ലാവരെക്കാളും അധികം അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ച് എന്തായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നത്? നാം വളരെ സുഖിച്ചെന്നായിരിക്കുമോ? നാം വളരെ അധ്വാനിച്ചെന്നായിരിക്കുമോ അവിടെ പറയുന്നത്? നമ്മുടെ ജീവിതത്തെ ഇതുള്ള ബന്ധത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എഫെസോസ് സഭയോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ തളർന്നു പോകാതെ നീ അധ്വാനിച്ച അധ്വാനം, ട്രെയിനേഴ്സ് ലേബർ, ഞാനത് അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ആ 3-ാം വാക്യത്തിൽ അവരുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ സഹിഷ്ണുതയും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും ഞാൻ അറിയുന്നു. സഹിഷ്ണുത, പേഷ്യൻസ്. എന്തിനു വേണ്ടിയാണ് ആ പേഷ്യൻസ്? സർവീസിനോടുള്ള ബന്ധത്തിലായിരുന്നു അവരുടെ ഈ അധ്വാനമെങ്കിൽ ഇവിടെ കർത്താവിന്റെ നാമത്തിൽ അവർ സഹിച്ചു. കർത്താവിന്റെ നാമത്തിൽ അവർ സഹിച്ചു. നമ്മള് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. വെളിപാട് 1:9 നമ്മെ ആക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയാട്ടെ. വെളിപാട് 1:9, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവജനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അയ്യോ, എന്തൊരു വാക്യമാണതെന്ന് ശ്രദ്ധിച്ചു നോക്കുകയും. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. വലിയ ദൈവദാസൻ യോഹന്നാൻ താൻ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. യെസ്, പേഷ്യൻസിൽ ഐ എം എ പാർട്ടേക്കർ. ഈ ലോകത്തിൽ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ എംബ്ലം എന്ന് പറഞ്ഞ ക്രോസ് ആണ്. ഇറ്റ് ഈസ് സഫറിങ്. റോമൻ പ്രൊവിൻസില് റോമാക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ മനസ്സിലാക്കി എന്താണ് കഷ്ടത എന്നുള്ളത്. അതിന്റെ മധ്യത്തിൽ അവർ പതറിയില്ല, അവർ സഹിക്കുകയായിരുന്നു.
അതിനെക്കുറിച്ച് വായിക്കുന്നത്, മനസ്സിലാക്കുന്നത് പല കടക്കാർ പോലും ക്രിസ്ത്യാനിയെന്നറിഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കില്ലായിരുന്നു. പല വിശ്വാസികൾക്ക് അവർ ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞാൽ ജോലി കൊടുക്കില്ലായിരുന്നു. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ വിശ്വാസത്തിലേക്ക് വന്നു, സമുദായങ്ങളിൽ നിന്നും മറ്റും വിശ്വാസത്തിലേക്ക് വന്നു എന്ന കാരണത്താൽ അവർക്ക് വിലക്ക് കൽപ്പിച്ചു. അവിടെയുള്ള ബാർബർ ഷോപ്പുകളിൽ ബാർബർമാരോടൊക്കെ ആവശ്യപ്പെട്ടു അവരുടെ തലമുടി വെട്ടരുത്. കേരളത്തിന്റെ സംഭവം ഞാൻ പറയുന്നത്. അവരുടെ തലമുടി വെട്ടുവാൻ അവരുടെ വീട്ടിൽ അവർ അന്യോന്യം തലമുടി വെട്ടിയ ചരിത്രമുണ്ട്. വിലക്കുകൾ കൽപ്പിച്ചു. എനിക്ക് തോന്നുന്നു പറവൂരോ മറ്റോ ഭാഗത്താണ് ഞാൻ കേട്ടു, വിവാഹ സദ്യക്ക് ഇങ്ങനെ പന്തിയിലിരുന്നപ്പോൾ, ആ ഇലയിൽ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ വന്നപ്പോൾ ആ ചോറ് വിളമ്പാതെ അടുത്തയാളുടെ ഇലയിൽ വിളമ്പി. അവർ സഹിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ലോനപ്രഭുദേശിയുടെ ചരിത്രം നമുക്കറിയാം. വിശ്വാസത്തിലേക്ക് വന്ന കാരണത്താൽ തന്റെ കുഞ്ഞിനെ കുഴിച്ചിടുവാൻ ആ കാലഘട്ടത്തിൽ അങ്കമാലി പ്രദേശത്തുള്ളവരെ എതിർത്തപ്പോൾ തന്റെ സ്വന്തം പറമ്പിലെ കുഞ്ഞിനെ കുഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് കടന്നുപോകാൻ താൻ എഴുന്നേറ്റ് പോയപ്പോൾ ആ കുഞ്ഞിന്റെ ശവം മാന്തി താൻ പോകുന്ന കയ്യാലയുടെ പുറത്തു വെച്ചിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി അവർ സഹിച്ചു. നമ്മുടെ പിതാക്കന്മാർ പലരും വീതം കിട്ടാതെ അടികളേറ്റ് കഷ്ടതകൾ സഹിച്ച് അനേക സഹോദരന്മാരൊക്കെ എനിക്കറിയാം, ചേർത്തുകൾ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, കഷ്ടതകൾ സഹിച്ച് അവർ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കാലഘട്ടം. റോമൻ സാമ്രാജ്യത്തിൽ വിശുദ്ധന്മാർ അവരനുഭവിച്ച കഷ്ടതകൾ യോഹന്നാൻ പറയുന്നു, ഞാനും അതിന്റെ ഒരു കൂട്ടാളിയാണ്, രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ ഞാൻ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ റിച്ചാർഡ് ഉർബൻ എഴുതിയ ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്നുള്ള ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്നുള്ള ബുക്ക് ഞാൻ ആരംഭഘട്ടത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ സ്വർഗത്തിൽ ജീവിക്കുകയാണെന്ന്. നമുക്കിന്ന് എന്തിന്റെ പ്രശ്നമാണ്? നമുക്കിന്ന് ഒന്നിന്റെയും പ്രശ്നമില്ലേ. നമ്മൾ എന്തിനു സഹിക്കുന്നു? ഒന്നും സഹിക്കുന്നില്ലേ. എത്രയോ വില കൊടുത്താണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരും വിശ്വാസത്തിന് വേണ്ടി ആദ്യം വേർതിരിഞ്ഞ വിശുദ്ധന്മാരൊക്കെ അവരനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്രയാണ്. കർത്താവ് ഇവിടെ പറയുന്നു, ഞാനത് അറിയുന്നു. യോഹന്നാൻ 15:18 ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. 17:17 ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. ദേ ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. അവരെ ഞാൻ തിരഞ്ഞെടുത്തു, നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് പറയുന്നു. എന്നാൽ അവരെ കർത്താവ് എത്രയോ സ്നേഹിച്ചു, അറിയുന്നു, അവരെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളതും പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവരെ കുറിച്ച് വീണ്ടും പറഞ്ഞു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്ത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാ. നമ്മളറിയാം, അപ്പോസ്തലപ്രവൃത്തി 20:29 എഫെസോസിലെ മൂപ്പന്മാരോട് പൗലോസ് പറഞ്ഞിരുന്നു, ആടുകളുടെ വേഷം കൊണ്ട് ചെന്നായ്ക്കൾ സഭയ്ക്കുള്ളിൽ കടക്കും, സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർ കടന്നു വന്നപ്പോൾ ആദിമ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഇവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അതായത് യഹൂദന്മാരുടെ പ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ഉപദേശമായിട്ട് കടന്നു വന്നവരെ അവർ തിരിച്ചറിഞ്ഞു. ക്രിസ്ത്യൻ ലിബർട്ടി, ജഡത്തിന്റെ അവസരങ്ങൾക്ക് വേണ്ടി ആ ശരീരത്തെ കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പഠിപ്പിച്ചപ്പോൾ അതവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇവിടെ പറയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞാൻ അറിയുന്നു എന്ന് പറയുകയുണ്ടായി. ശ്രദ്ധിക്കുകയാണെങ്കിൽ നാം ഇങ്ങനെ പരീക്ഷിക്കണമെന്നുള്ളത് തിരുവചനത്തിന്റെ ഉപദേശമാണ്. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. 1 കൊരിന്ത്യർ 14:29 പ്രസംഗിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. 1 തെസ്സലോനിക്കർ 5:21 സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. 1 യോഹന്നാൻ 4:13 എല്ലാം വിശ്വസിക്കരുത്, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ദൈവസഭയുടെ ആവശ്യമാണ്. ഒരു സ്ക്രിപ്ചർ കേട്ടാൽ തന്നെ അത് അങ്ങനെയാണോ? ബെരോവയിലെ വിശ്വാസികളെ പോലെ അവർ പരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് അത് അഭിനന്ദിച്ചു പറയുന്നു. കാരണം എന്താ? അന്ത്യകാലത്ത് എന്ന് മാത്രമല്ല, ദൈവസഭയെ തെറ്റിക്കുന്ന അനേകർ ഏത് കാലഘട്ടത്തിലുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ഒരു വാക്യത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് അനേകർ എന്റെ നാമത്തിൽ വന്ന്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ വന്ന് പലരെയും തെറ്റിച്ച് കളയും. മത്തായി 24-ന്റെ 5-ാം വാക്യം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആ വാക്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, യേശുവാണ് ക്രിസ്തു എന്ന് പറയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ നാമത്തിൽ വന്ന് പലരെയും തെറ്റിച്ചു കളയും. അങ്ങനെയല്ലേ തെറ്റിക്കുന്നേ? യേശു ക്രിസ്തു അല്ലെന്നൊന്നും പറയല്ല, യേശു ക്രിസ്തു ആണെന്നേ പറയുള്ളൂ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ വന്ന് പലരെയും തെറ്റിച്ചു കളയും. സഭയുടെ ചരിത്രം എന്താണ്? ഇതാ ചരിത്രം. അവൻ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കും, പക്ഷെങ്കിൽ പലരെയും തെറ്റിച്ചു കളയുകയാണ്. പരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയും ആദിമ നൂറ്റാണ്ടിന്റെ സഭ അവരെ പരീക്ഷിച്ചറിഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളവരെ അവരുടെ ഫലത്താൽ തിരിച്ചറിയും. നമ്മളിത് വളരെ
ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അനേക ഉപദേശങ്ങളും ദുരുപദേശങ്ങളും വിശ്വാസികളെ തന്നെ വലിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോയി അവരെയൊക്കെ തെറ്റിച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉരകല്ലെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് പരിശോധിക്കുവാൻ ബാധ്യസ്ഥനാണെന്നുള്ളത് ഒക്കെ. ഇത്രയൊക്കെ കർത്താവ് ഇവരെ അഭിനന്ദിച്ചു. എന്നാൽ അഭിനന്ദിച്ചിട്ട് കർത്താവ് അടുത്തായിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കുക, അതിന്റെ 4-ാം വാക്യത്തില് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. എങ്കിലും ഈ നന്മകളൊക്കെ നിനക്കുണ്ട്, ബട്ട് thou hast left thy first love. നമ്മൾ എഫേസ്യ ലേഖനം 1:15 നോക്കാം. ഈ 35 വർഷത്തിനുള്ളിൽ വന്ന വ്യത്യാസം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കി. Ephesians chapter 1 verse 15. അവരെ കുറിച്ച് പൗലോസ് ആദ്യം പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്, സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എഫെസോസ് വിശുദ്ധന്മാരുടെ സ്നേഹം പ്രസിദ്ധമായിരുന്നു. 6:24 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാണ്. സകല വിശുദ്ധന്മാരോടും സ്നേഹം അവർക്കുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ അക്ഷയമായി അവർ സ്നേഹിക്കുന്ന ഒരു സഭയായിരുന്നു. 35 വർഷം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ അവരുടെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് ഈ നന്മകളൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഒരു പുതിയ തലമുറ കൂടെ ഈ സലസഭയിലേക്ക് കടന്നു വന്നു. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ സ്നേഹം വിട്ടുകളഞ്ഞു എന്നല്ല പറഞ്ഞ്, സ്നേഹം വിട്ടുകളഞ്ഞെന്നാണോ പറഞ്ഞ? അല്ല, സ്നേഹമുണ്ട്. അവിടെ പറഞ്ഞത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നാ. യു ഹാവ് ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. അതിന്റെ ഗ്രീക്ക് വാക്ക് പ്രോട്ടോൺ എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം സമയത്തിന്റെയും പ്രകൃതിയുടെയും ഉത്തമമായ ഒന്ന്. യു ഹാവ് ലെഫ്റ്റ് ദ ബെസ്റ്റ് ലവ്. ലൂക്കോസ് 15:22 അതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. മേൽത്തരമായ അങ്കി, ദ ബെസ്റ്റ് റോബ്. മുടിയനായ പുത്രൻ വന്നപ്പോൾ അവന് ഏറ്റവും നല്ല അങ്കി കൊടുത്തു, ഉത്തമമായ ഒന്ന്. കർത്താവ് പറയുന്നതാ, നിന്റെ സ്നേഹം വിട്ടുകളഞ്ഞെന്നല്ല. യേശുക്രിസ്തുവിനെ സ്നേഹിക്കരുതെങ്കിൽ കർത്താവിന് വേണ്ടി ഇവർ അധ്വാനിക്കുമോ? കർത്താവിന് വേണ്ടി ഇവർ സഹിക്കുമോ? അതൊന്നും ചെയ്യില്ലേ. ഈ ഉപദേശങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട് അവര്. പക്ഷെങ്കില് കർത്താവ് പറഞ്ഞത്, യു ഹാവ് ലെഫ്റ്റ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലവ്. ഹണിമൂൺ കാലഘട്ടത്തിൽ ഉള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ഊഷ്മളവുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് സഭ ഒരല്പം താണുപോയി. പക്ഷെ കർത്താവിന് ഇതങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ലേ? ഇതെന്താ ഇത്ര വലിയ ഗൗരവമായിട്ട് പറയാൻ കാരണം? ഇത്ര വലിയ ഒരു കുറ്റമായിട്ട് ഇത് പറയുവാൻ കാരണം എന്താണെന്നറിയാം? നമ്മള് ദൈവവചനം പഠിച്ചു നോക്കിയാൽ ഒരു സത്യം വളരെ ഗൗരവമായി ഇന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഏത് പരാജയത്തിന്റെയും പാപത്തിന്റെയും ഏത് വേർതിരിവിന്റെയും അതായത് പിന്മാറ്റത്തിന്റെയും സംഭവം ആരംഭിക്കുന്നത് പെട്ടെന്നല്ല, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ കുറവ് ആരംഭിക്കുമ്പോഴാണ്. കുറേശ്ശെ ആ സ്നേഹത്തിന്റെ കുറവ് ആരംഭിക്കുമ്പോൾ there will start the departure from his presence. അവന്റെ സനയിൽ നിന്ന് വിട്ടുപോകുവാൻ ആരംഭിക്കുന്ന അവനോടുള്ള സ്നേഹത്തിന്റെ കുറവ് സംഭവിക്കുമ്പോഴാണ്. പെട്ടെന്നല്ല സംഭവിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി കർത്താവ് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇവര് ഒരു ദുഷ്ടതയും ടോളറേറ്റ് ചെയ്യുന്നില്ല. ഇവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം അഭിനന്ദിച്ച് പറയുവാനായിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പണ്ഡിതന്മാർ പലരും ഈ ഭാഗങ്ങൾ ചിന്തിച്ച് പഠിച്ച് അപഗ്രഥിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓർത്തു. ഈ ലേഖനം കൊടുക്കുന്ന 95 ഒരു സെക്കൻഡ് ജനറേഷൻ സ്ഥലസഭയിൽ ഉടലെഴുന്നേറ്റ് വന്നു. ഈ സെക്കൻഡ് ജനറേഷൻ എഴുന്നേറ്റ് വന്ന് അവരുടെ അപ്പന്മാർ ചെയ്തു കണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിതാക്കന്മാർ പിടിച്ച ഉപദേശമൊക്കെ അവർ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കുറേശ്ശെ കുറഞ്ഞു വന്നപ്പോൾ ഈ ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം അതൊരാചാരമായി മാറി. ഇറ്റ് ഹാസ് ബിക്കം എ റൂട്ടീൻ. ഒരു റൂട്ടീനായി മാറി. ഒരു റൂട്ടീനായി മാറിയപ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ പിന്മാറിപ്പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹത്തിലൊരല്പം കുറവ് വന്നു. കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ആ ചെയ്തതെല്ലാം ഒരാചാരമായി ചെയ്യാൻ തുടങ്ങി. ഈ ആചാരമായി ചെയ്തു തുടങ്ങിയാൽ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അല്പം കഴിയുമ്പോൾ ആ പ്രകാശം കെട്ടുപോകും. എല്ലാം ഒരു ആചാരമായി വെറുതെ ആചാരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് പഠിച്ചാൽ
ചരിത്രം പഠിച്ചാൽ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് സ്ഥലസഭയില്ല. ലിറ്ററലി, ആക്ഷരികമായി എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് സ്ഥലസഭയില്ല. പക്ഷേ അങ്ങനെ സ്ഥലസഭ ഇല്ലാതെ പോകുവാൻ കാരണം എന്താണ്? കർത്താവിനോടുള്ള സ്നേഹത്തിൽ വന്ന കുറവാണ്. ആ ചെറിയ പിന്മാറ്റം, ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ അവനോടുള്ള ഡിവോഷന്റെ ഒരു അല്പം കുറവ്. നമ്മൾ യൂദായുടെ ലേഖനം 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചോളൂ. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. നമുക്ക് എന്തെല്ലാം ഉണ്ടായെങ്കിലും, പ്രസംഗിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ ഒക്കെ ആണെങ്കിലും, കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മുടെ ആത്മീയ നിലവാരത്തിന്റെ തോതളക്കുന്നത്. നമുക്ക് ലൂക്കോസ് 10:41-42 വാക്യത്തില് മറിയയുടെയും മാർത്തയുടെയും വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ രസകരമായി കാര്യങ്ങൾ കാണാൻ സാധിക്കും. മാർത്ത അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവള് ഒക്യുപൈഡാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അവൾ ഏറ്റവും നല്ലത് അവിടെ മിസ് ചെയ്യാണ്. കർത്താവ് അത് എടുത്ത് ചൂണ്ടിക്കാണിക്കുക. എന്താ? ഈ വർക്കിന്റെ ബേർഡൻ കൊണ്ട് അവൾ വാസ്തവത്തിൽ അവളുടെ സഹോദരിയെ കൂടെ വിളിക്കാൻ വേണ്ടി കംപ്ലൈന്റ് ചെയ്യുകയാണ്. അവൾക്ക് ആ കർത്താവിനോടുള്ള ഡിവോഷനെക്കാട്ടിൽ കൂടുതൽ ആ പ്രവർത്തനത്തിൽ, കർത്താവിനോടുള്ള പ്രവർത്തനമാണല്ലോ, കർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ. പക്ഷെ കർത്താവ് അവിടെ അഭിനന്ദിക്കുന്നത് മറിയ തിരഞ്ഞെടുത്ത അംശമാണ്. നമ്മളെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സ്വച്ഛ ജഡമാംസി തൈലം കർത്താവിന്റെ തലയിൽ പൂശുവാൻ പൊട്ടിച്ച്, ആ ഭരണി പൊട്ടിച്ച് നമ്മളത് വായിക്കുന്നുണ്ട്. വളരെ വിലയേറിയ തൈലമായിരുന്നു, 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ 1 വർഷം മുഴുവൻ അധ്വാനിച്ചെങ്കിലേ ആ തൈലം മേടിക്കാൻ കഴിയുള്ളൂ. ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ. 300 വെള്ളിക്കാശിന് വിറ്റ് ധനന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന്റെ കൂലി എഫേർട്ട് കൊണ്ട് ആ തൈലം മേടിക്കാൻ കഴിയുള്ളൂ. അത് മുഴുവൻ കർത്താവിന്റെ പാദത്തിൽ അവൾ പൊട്ടിച്ചവനെ പൂശുകയാണ്. യൂദാസ് പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിനാണ്? ആ 2 വ്യക്തികളുടെ കാഴ്ചപ്പാട് നോക്കിയാൽ അവൾക്ക് ആ 300 വെള്ളിക്കാശ് പൊട്ടിച്ച് കർത്താവിനെ പൂശുമ്പോൾ അവളുടെ കർത്താവിനോടുള്ള സ്നേഹവും ഡിവോഷനും അങ്ങനെയായിരുന്നു. യൂദാസിനെ സംബന്ധിച്ച് യേശുക്രിസ്തു അത്ര ഡിവോട്ടഡ് അല്ലായിരുന്നു അവന്റെ ഹൃദയത്തില് കർത്താവിനുള്ള സ്ഥാനം അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ, മറിയെപ്പോലൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ പദം അവിടെ പറയില്ലായിരുന്നു. ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. കർത്താവ് ഇത്രത്തോളം അഭിനന്ദിച്ചൊരു സഭയിൽ അവരുടെ സ്നേഹമില്ലെന്ന് പോലും പറഞ്ഞിട്ടില്ല, സ്നേഹമുണ്ട്. എന്നാൽ അല്പം ആ സ്നേഹത്തിന്റെ കുറവ് വന്നപ്പോൾ അത് വലിയൊരു കുറവായിട്ടെടുത്ത് പറഞ്ഞു. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗം കൂടെ കാണിക്കാം. ഇവരോട് മാനസാന്തരപ്പെടുവാൻ പറഞ്ഞപ്പോൾ നമ്മൾ 1 തെസ്സലോനിയർ 1:3, 1 Thessalonians chapter 1, അവിടെ ഈ തെസ്സലോനിക്ക സഭയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി അതൊരു മാതൃക സഭയാണ്. തെസ്സലോനിക്ക സഭ അത് മാതൃക സഭയാണ്. അതിന്റെ 1:8 വാക്യത്തിൽ വിശ്വസിക്കുക എല്ലാവർക്കും മാതൃകയായി തീർന്നു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. തെസ്സലോനിക്ക സഭ അഭിനന്ദിക്കപ്പെടേണ്ട സഭയാണ്. അവരെക്കുറിച്ചും ഈ പ്രയത്നമൊക്കെയുണ്ട്. എന്നാൽ അവരുടെ പ്രയത്നത്തെക്കുറിച്ച് ഇവരൊരു മാതൃക സഭയാണെന്നും മറ്റു സഭകൾക്ക് ഒരു മാതൃകയായി തീർന്നെന്നും പറയുമ്പോൾ ഈ പ്രയത്നവും പ്രവൃത്തിയും സഹിഷ്ണുത ഇത് 3ഉമുള്ള എഫെസോസ് സഭയോട് മാനസാന്തരപ്പെടാൻ പറയുന്നു. എന്താ ഇതിന്റെ വ്യത്യാസം? അതിന്റെ വെളിപ്പാട് ദിവസം 2-ാം വാക്യം, ഈ വാക്യം അതായത് 1 തെസ്സലോനിയർ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തോടൊന്ന് തുലനം ചെയ്താൽ മതി, വലിയൊരു പാഠം നമുക്ക് കിട്ടും. വെളിപ്പാട് ദിവസം 2:2, 1 തെസ്സലോനിയർ 1-ന്റെ 2-ാം വാക്യത്തോട് തുലനം ചെയ്താൽ മതി. നോക്കുക, ഇവിടെ പറയുന്ന കാര്യം തന്നെ എഫെസോസ് സഭയ്ക്കുമുണ്ട്. എഫെസോസ് സഭയോട് ആ വാക്യം നോക്കിയേ, 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വെളിപ്പാട് 2:2, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. 3 കാര്യം എടുത്തു പറയുന്നു. ഐ നോ യുവർ വർക്ക്, യുവർ ലേബർ, യുവർ പേഷ്യൻസ്. അത് 3 എടുത്തു പറഞ്ഞു. അതേ 3 പദം എടുത്ത് വീണ്ടും തെസ്സലോനിക്ക സഭയിൽ പറയുന്നു. 1 തെസ്സലോനിയർ 1:3, റിമെമ്പറിംഗ് വിതൗട്ട് സീസിംഗ് യുവർ വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ് ആൻഡ് പേഷ്യൻസ് ഓഫ് ഹോപ്പ്. എന്നാൽ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു അഡ്ജക്റ്റീവ്, ഒരു വിശേഷണം കൂടെ അതിന്റെ മുന്നിൽ ഉപയോഗിക്കുന്നുണ്ട്. വേലയുടെ മുന്നിൽ വിശ്വാസത്തിന്റെ വേല, പ്രയത്നത്തിന്റെ മുന്നിൽ സ്നേഹത്തിന്റെ പ്രയത്നം, സ്ഥിരതയുടെ മുന്നിൽ പ്രത്യാശയുടെ സ്ഥിരത. നോക്കുക, തെസ്സലോനിക്ക സഭയും സഹിക്കുന്നുണ്ട്, എഫെസോസ് സഭയും സഹിക്കുന്നുണ്ട്. എഫെസോസ് സഭ അങ്ങ് സഹിക്കുക, ഞാൻ സഹിച്ചേക്കുള്ളൂ കർത്താവിനുള്ള ബന്ധത്തിൽ, എനിക്ക് തിരിച്ചു ചെയ്യാൻ സാധിക്കില്ല, ഞാനങ്ങ് സഹിക്കുകയാണ്. പക്ഷെ തെസ്സലോനിക്ക സഭ സഹിക്കുന്നത് അങ്ങനെയല്ലേ. ഇവിടെ വായിക്കുന്നു, അവർ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്ഥിരത പ്രത്യാശ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്? എഫെസോസ് സഭ പിതാക്കന്മാർ ചെയ്തു കണ്ടത് ആചാരമായിട്ട് അവർ ചെയ്തപ്പോൾ ഇവിടെ തെസ്സലോനിക്ക സഭ
സ്നേഹത്തിന്റെ പ്രയത്നമാണ്. ദ ക്വാളിറ്റി, ആ ക്വാളിറ്റി തെസ്സലോനിക്ക സഭ പ്രയത്നിക്കുന്നു. പക്ഷേ ആ പ്രയത്നം വന്നത് സ്നേഹത്തിൽ നിന്നാണ്. എഫെസോ സഭ പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിക്കുന്ന സ്നേഹത്തിൽ നിന്നല്ല, ആചാരമായിട്ട് കടന്നു വന്നു. ആ സ്നേഹത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. തെസ്സലോനിക്ക സഭ പ്രവർത്തിക്കുമ്പോൾ അത് സ്നേഹത്തിൽ നിന്ന് കടന്നു വരികയാണ്. ഇന്ന് വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വൈ ഡു ഐ സെർവ് മൈ ലോർഡ്? വൈ ഡു വി വർഷിപ്പ് ഹിം? നമ്മൾ എന്തിനവനെ ആരാധിക്കുന്നു? നമ്മൾ എന്തിനവനെ സേവിക്കുന്നു? എന്തിന് നമ്മൾ അവന്റെ സന്നിധിയിൽ വന്ന് അവൻ ഈ വിധത്തിൽ അവനെ പിൻഗമിക്കുന്നു? നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം നമ്മൾ നോക്കുക. ഈ എഫെസോ സഭയെക്കുറിച്ച് നോക്കിയപ്പോൾ അവർക്ക് അഭിനന്ദിക്കപ്പെടുവാൻ എന്തെല്ലാമുണ്ട്. സഹിഷ്ണുതയുണ്ട്, പ്രയത്നമുണ്ട്, പ്രവൃത്തിയുണ്ട്, കൊള്ളരാത്തവരെ പരീക്ഷിച്ചറിയുന്നുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷെങ്കിൽ ആ സഭയോട് മാനസാന്തരപ്പെടുവാൻ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഡിവോഷൻ കർത്താവിന് കാണാൻ കഴിയും. നമ്മുടെ സ്നേഹം കർത്താവിനോട് എങ്ങനെയുണ്ട്? കർത്താവിനോടുള്ള സ്നേഹം മൂലമാണോ നമ്മൾ അവനെ ആരാധിക്കുന്നത്, ഒക്കെ ചെയ്യുന്നത്? എൻ്റെ മനസ്സിൽ മറ്റു പല കാര്യങ്ങൾ കടന്നുപോയി. അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ നാം വളരെ ഗൗരവമായി ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു കാര്യം. മത്തായി 24:12 യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടെന്ന ആ വാക്ക് ഏകദേശം മറ്റൊരു ഭാഗത്ത് വരുന്നു. മത്തായി 24:12 അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹം തണുക്കും എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് മെനി വുഡ് വാക്സ് കോൾഡ്. വാക്സ് കോൾഡ്, അനേകരുടെ സ്നേഹം അത് ഇറ്റ് വിൽ ബിക്കം വാക്സ് കോൾഡ്, അത് തണുത്തു പോകും. അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാ തണുത്തു എന്ന് പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഭാഗവുമായിട്ട് കുറച്ചേറെ നേരം ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം നടക്കും. ലോകത്തിൽ അധർമ്മം പെരുകിയാൽ ദൈവസഭയുടെ സ്നേഹം നടക്കേണ്ട ആവശ്യമില്ലേ? അധർമ്മം എന്ന വാക്ക് 1 തിമോഥെയോസ് 1:8, 2 പത്രോസ് 2:7, 2 തെസ്സലോനിക്കർ 2:8 ഇവിടെ എല്ലാം പറയുന്നു. അത് ഗ്രീക്കിൽ അനോമോസ് എന്ന പദം വിതൗട്ട് ലോ എന്നാണ്, പ്രമാണമില്ലാതെ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ വരുമ്പോൾ പ്രമാണമില്ലാതെ വരുന്നതിന്റെ ഫലമായി അനേകരുടെ സ്നേഹം തണുക്കും. കർത്താവിന്റെ ഉപദേശങ്ങൾക്കൊന്നും അത്ര പ്രാധാന്യത കൊടുക്കാതെ വരുമ്പോൾ അനേകരുടെ സ്നേഹം തണുക്കും. അധർമ്മം, അനോമോസ്, വിതൗട്ട് ലോ. എഫെസോ സഭയെ കുറിച്ച് പറഞ്ഞ പോലെ എഫീമി എന്ന പദത്തിൽ നിന്ന് അയയുക, റിലാക്സേഷൻ, ഇതെല്ലാം ഒന്ന് വിട്ടുകൊടുക്കുക. ഒരു കാലഘട്ടം ഈ അധർമ്മം പെരുകി എന്ന് പറഞ്ഞാൽ ആ കർത്താവിന്റെ ഉപദേശങ്ങൾക്കൊക്കെ അയവുകൾ വന്നതിന്റെ ഫലമായി കെട്ടുകളും സംഘങ്ങളും സംഘടനകളുമായി സ്ഥലസഭകൾ പിരിഞ്ഞ് അനേക ഇടങ്ങളിൽ വാസ്തവമായി യേശുക്രിസ്തു പറഞ്ഞ പോലെ അധർമ്മം പെരിയത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കുകയാണ്. ഇറ്റ് ഈസ് വാക്സ് കോൾഡ്. നമ്മൾ അതേ ആശയമാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഞാനത് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുന്നില്ല, ചിന്തിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്ഥലസഭയായി ഓരോ സ്ഥലസഭയും കർത്താവിനോട് കടംപെട്ടിരിക്കുന്ന പോലെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ആദ്യ സ്നേഹത്തിൽ നിന്ന് ഒട്ടും കുറച്ച് സ്നേഹിച്ചാൽ അവനൊരിക്കലും തൃപ്തനാകത്തില്ല. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ യെരമ്യാവ് 2:2 കർത്താവ് പറയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: മരുഭൂമിയിൽ വിതയ്ക്കാതെ ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം, മരുഭൂമിയിൽ എന്നെ അനുഗമിച്ച് നടന്ന കാലത്തിലെ നിന്റെ ഭക്തി. കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ചെറുക്കനും പെണ്ണുമായിട്ട് എന്തൊരു സ്നേഹമായിരിക്കും. അന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, അവർ പരസ്പരം കാണുമ്പോൾ എന്തൊരു ത്രില്ലായിരിക്കും. യഹൂദനെ നോക്കി പറയുകയാണ്, നിനക്ക് വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം, നിന്റെ യൗവനത്തിലെ എന്നോടുള്ള ഭക്തി, മരുഭൂമിയിൽ നീ എന്നെ അനുഗമിച്ച് കിടന്നപ്പോൾ നിന്റെ ഭക്തിയും സ്നേഹമൊക്കെ ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അവരതൊക്കെ വിട്ടുകളഞ്ഞു. സഭയെ നോക്കിക്കൊണ്ടും പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം. അവൻ നമ്മളെ എത്രയോ ആഴമായി സ്നേഹിച്ചു, എത്ര ആഴമായി സ്നേഹിച്ചു. ഇന്നും നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 6-ാം വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുന്നവനും എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചവനെന്നല്ല, സ്റ്റിൽ ഹി ലവ്സ് us. ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ അവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഹി ലവ്ഡ് them all through. കർത്താവിന്റെ സ്നേഹം അത് അളക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ആത്മാർത്ഥമായി ഇതുപോലെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും ഒരു ത്രില്ലിംഗ് ആയിട്ട് തീരും. നമ്മൾ ഉൽപ്പത്തി 29:20 യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവനവളെ സ്നേഹിക്കുകൊണ്ട് അത് അല്പകാലം പോലെ തോന്നി. 14 വർഷത്തോളം
അവൻ റാഹേലിന് വേണ്ടി ശുശ്രൂഷിച്ചു. ഒരിടയനായി, ഒരാട്ടിടയനായി. എളുപ്പമുള്ള ജോലിയല്ലേ. ഒരാട്ടിടയനെ, ആടിനെ അഴിച്ച് ആ മരുഭൂമിയിലൊക്കെ നടന്ന് തീറ്റി മടങ്ങി വന്ന് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 10 വർഷമല്ല, 14 വർഷം റാഹേലിന് വേണ്ടി യാക്കോബ് ശുശ്രൂഷിച്ചു. ദൈവാത്മാവ് രേഖപ്പെടുത്തി. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. ഞാനിങ്ങനെ പറയാറുണ്ട്, അവന്റെ രാവിലത്തെ അധ്വാനം മുഴുവൻ കഴിഞ്ഞ് അവൻ സന്ധ്യയിൽ അവന്റെ വീട്ടിൽ കൂടാരത്തിൽ അടുത്തു വരുമ്പോൾ, അവൻ വിവാഹം കഴിച്ചിട്ടില്ല, അവനെ സ്നേഹിക്കുന്ന റാഹേലിന്റെ മുഖം കാണുമ്പോൾ അവന്റെ സകല വേദനയും അവന്റെ സകല പ്രശ്നങ്ങളും അന്നത്തെ ജീവിതത്തിൽ ആ ദിവസം അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ അവൻ മറന്നുപോവുകയാണ്. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അല്പകാലം പോലെ തോന്നി. കർത്താവിന് കാൽവറി ക്രൂശിന്റെ വേദന നാം വായിക്കുന്നു, അവൻ ആസ്വദിച്ചെന്നാ വായിക്കുന്നത്. ആസ്വദിച്ചത് എങ്ങനെയാണ്? ഹി ടേസ്റ്റഡ് ഡെത്ത്. എങ്ങനെ? ബിക്കോസ് ഓഫ് ഹിസ് ലവ്. അവൻ നമ്മെ സ്നേഹിച്ചോണ്ട്. നമ്മെ സംബന്ധിച്ച് നമുക്ക് എന്തും സഹിക്കാം, എന്തും ചെയ്യാം, നമുക്ക് എന്തും സഹിക്കുക ഈ ലോകത്തിൽ നമുക്ക് പിൻഗമിക്കാം. അതൊക്കെ നമുക്ക് ആസ്വാദ്യകരമായി തീരും നമ്മുടെ കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇവിടെ കർത്താവ് പറഞ്ഞു, അവരുടെ കുറവുകളെ പറഞ്ഞ് അവരെ തള്ളിക്കളയല്ലേ. അതിന്റെ 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ ഈ ഭാഗമെടുത്ത് കല്യാണത്തിനുമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. സ്നേഹം വിട്ടുകളഞ്ഞു, ആദ്യത്തെ സ്നേഹം. ഈ ആദ്യത്തെ സ്നേഹം വിട്ടുകളഞ്ഞപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ സലസഭയുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലും എന്താണ് കർത്താവ് പറഞ്ഞ പരിഹാരം? ഡു ദ ഫസ്റ്റ് വർക്ക്. നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യം സ്നേഹിച്ചപ്പോൾ, ഉദാഹരണമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം മൂലം എന്തു പറഞ്ഞാലും പരസ്പരം ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ്. ഭാര്യ പറയുന്നത്, പെൺകുട്ടി പറയുന്ന മുഴുവൻ പറഞ്ഞു തീർക്കേണ്ട, അതിനു മുമ്പ് ഭർത്താവ് ചെയ്തു കൊടുക്കും. ഭർത്താവ് പറയുന്ന മുഴുവൻ പറയേണ്ട, അതിനു മുമ്പ് ഭാര്യ ചെയ്തു കൊടുക്കും. കാരണം അവർ ആദ്യ സ്നേഹത്തിലാണ്. ആ സ്നേഹം, ആ പ്രവൃത്തി അറിയാതെ സ്നേഹത്തിന്റെ എമോഷൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി. സഭയോടും പറയുന്ന ഇതാണ്, നിനക്ക് തിരിച്ചു വരണോ? യു ഡു ദ ഫസ്റ്റ് വർക്ക്. നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നോക്കുക, 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അവരൊന്നിച്ചു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അവർ അന്യോന്യം ഒന്നായിട്ട് കരുതി, സ്നേഹിച്ച് കരുതി ഒരു കുടുംബം പോലെ അവർ ജീവിച്ചു. വിശ്വാസ ജീവിതത്തിന്റെ ആദ്യത്തെ നാളുകൾ നമ്മളെ സഹോദരന്മാരെ സന്ദർശിക്കുന്നു, ഒന്നിച്ചു ഭക്ഷിക്കുന്നു, ഒന്നിച്ചിരുന്ന് ദൈവദിനം പറയുന്നു, ഒന്നിച്ച് പാട്ടുപാടുന്നു. എന്തൊരു ദിവസങ്ങളാണ്! നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരന്മാരുള്ള ആ ഫെലോഷിപ്പ്, ഇറ്റ് വിൽ ബ്രിങ് ആൻ എമോഷൻ ഓഫ് ലവ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ സ്നേഹത്തിന്റെ ഒരു വികാരം കൊണ്ടുവരുന്നു. ഇവിടെയും കർത്താവ് പറഞ്ഞ പ്രതിവിധി, നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി നീ ചെയ്യുക. ഡു ദ ഫസ്റ്റ് വർക്ക്. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സ്നേഹത്തിന്റെ എമോഷൻ മടങ്ങി വരും എന്നുള്ളത് കർത്താവ് പറയുകയാണ്. ഒരു ഭാഗം കൂടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. 6-ാം വാക്യത്തില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 6-ാം വാക്യത്തിൽ, എങ്കിലും നിക്കളവരുടെ നടപ്പ് നീ പായിക്കുന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പായിക്കുന്നു. എന്തായി കർത്താവ് പറയുന്നത്? പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് പകയ്ക്കുന്ന ഒരു കാര്യം, ഹെയ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം കർത്താവ് പറയുന്നു, ഞാൻ നിക്കലോവരുടെ നടപ്പിനെ പായിക്കുന്നു. നമ്മള് എന്താണിതെന്ന് മനസ്സിലാക്കാനായിട്ട് അല്പം കൂടെ ചരിത്രം പഠിച്ചാൽ മതി. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എടുത്തേ. വെളിപ്പാട് പുസ്തകം 2:15. അതായത് പെർഗമോസ് സഭയ്ക്ക് എഴുതുമ്പോൾ 2:15, അവണ് നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. എഫെസോസ് സഭ നിക്കലോവരുടെ നടപ്പിനെ പകച്ചു. പെർഗമോസ് സഭയിൽ അത് ഉപദേശമായി മാറി. എന്ന് പറഞ്ഞാൽ ഏകദേശം AD 312 കഴിയുമ്പോൾ കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം ഒരിക്കൽ സഭ വെറുത്തുകൊണ്ടിരുന്ന, ഒരിക്കൽ കർത്താവ് വെറുത്തു എന്ന് പറഞ്ഞിരുന്ന ആ കാര്യം ഈ പെർഗമോസ് സഭയിലെ അത് ഉപദേശമായി മാറി. എന്തായത്? നിക്കലോവരുടെ നടപ്പിനെ പകയ്ക്കുക. ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളൊരു മാർഗം, നിക്കലോഷ്യൻ എന്ന വാക്ക് സൈമൺ സാറ് നിക്കലോവിയ മതം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ FW ഗ്രാൻഡ് നിക്കലോഷ്യൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിക്കലോഷ്യൻസ് എന്ന വാക്കിന്റെ ആ ഗ്രീക്ക് വാക്ക് 2 വാക്കിൽ നിന്നാ വന്നത്, നിക്കാൻ ആൻഡ് ലാവോസ്. നിക്കാൻ എന്ന വാക്കിന്റെ അർത്ഥം ടു കോൺകർ, കീഴടക്കുക, മറ്റുള്ളവരുടെ മീതെ എന്ന അർത്ഥം വരുമ്പോൾ ലാവോസ് ദ പീപ്പിൾ ഓർ ലേറ്റി, സാധാരണക്കാരൻ, ആത്മീയക്കാരൻ. അർത്ഥം മനസ്സിലായി കാണും. നിക്കൗ അവർ ലാവോസ്. നിക്കൗ എന്ന് പറയുമ്പോൾ കീഴടക്കുക, ടു കോൺകർ. ലാവോസ്
ദ പീപ്പിൾ ഓർ ലേറ്റി ഓർ അൽമയക്കാരൻ, സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ സഭയിൽ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ ഒരു കൂട്ടർ എഴുന്നേറ്റപ്പോൾ എഫെസോസ് സഭ അതിനെ എതിർത്തു. വളരെ തെളിച്ചു പറയട്ടെ, പട്ടത്വത്തിന്റെ ആരംഭം, പൗരോഹിത്യത്തിന്റെ ആരംഭം എഫെസോസ് സഭയിൽ ഇത് കടന്നു വന്നപ്പോൾ സഭ അതിനെ എതിർത്തിട്ട് കുസ്തുനിയോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായ ശേഷം ഈ പട്ടത്വം ഒരു ഉപദേശമായി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ക്രിസ്തീയ സമുദായങ്ങളിൽ ഇത് തെറ്റായ ഒരു ഉപദേശമാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഉപദേശമായി മാറി. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇതിനെ പകച്ചത്? നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം, കർത്താവ് അവരെ പകച്ചില്ല കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യണേ, കർത്താവ് അവരെ പകച്ചില്ല. കർത്താവ് എന്താ പകച്ചെന്ന് നോക്കിയേ, ഈ എഫെസോസ് സഭ എന്തിനാ പകച്ചെന്ന് നോക്കിയേ. എങ്കിലും നിക്കലോവരുടെ നടപ്പ് വായിക്കുന്നു. നടപ്പ്, the way they walk, the system. He didn't hate them, but he hated that system. അവരുടെ നടപ്പിനെയാണ് പകച്ചത്. കർത്താവ് ഈ നിക്കലോവരെ പകച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നിക്കലോവരുടെ നടപ്പിനെ, നടപ്പ് ആ വ്യവസ്ഥിതിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഡീഡ്സിനെ കാണിക്കുന്നു. നോക്കുക, ദൈവസഭ എങ്ങനെയുള്ളവരാണ്? അനേക വാക്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. മത്തായി 23:8-9 വാക്യം. നിങ്ങൾ വേണേ ആ കർത്താവ് പറഞ്ഞ വാക്കൊന്നെടുക്കാം. മത്തായിയുടെ സുവിശേഷം 23:8-9 വാക്യം. നിങ്ങൾ റബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ആരെയും റബി എന്നും പിതാവെന്നും വിളിക്കരുത്, നിങ്ങൾ സഹോദരന്മാരാണ്. എബ്രായലേഖനം 2:11-12 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2:11-12. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും. നോക്ക, സഭാമധ്യേ സ്തുതിക്കും. ആ സഭയെ വിളിച്ചിരിക്കുന്ന, അവരെ വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരുടെ മധ്യേ. സഹോദരന്മാർ, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. നിങ്ങൾ ആരെ റബിയെന്നും പിതാവെന്നും വിളിക്കരുത്. നമ്മൾക്ക് ഇനിയും പുതിയ നിയമത്തിൽ അനേക വാക്യങ്ങളുണ്ട്. നോക്കുക, 1-ാം നൂറ്റാണ്ടിൽ സഹോദരന്മാരെന്നാണ് സഭയെ വിളിച്ചിരുന്നത്. സഹോദരന്മാർ, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. കർത്താവിന്റെ ഉപദേശം അതാണ്. ഒരുത്തനേക്കാളിൽ ഒരുത്തൻ വലിയവനല്ല. ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ദൈവം കൊടുത്തിരിക്കുന്ന പ്രാപ്തിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, ബട്ട് യു ആർ ബ്രദറൻസ്. നിങ്ങളെ ഒരു പിതാവെന്നുള്ള സ്ഥാനമോ റബി എന്നുള്ള സ്ഥാനത്തിലേക്ക് ആരും ഉയരാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചില്ല. എന്നാൽ ആദിമ നൂറ്റാണ്ടിന്റെ സഭയില് ഇത് വാസ്തവത്തിൽ അവർ സൂക്ഷിച്ചു വെച്ചു. ഇതിനെതിരായിട്ട് സാമാന്യ ജനത്തെ, അൽമയക്കാരെ കീഴ്പ്പെടുത്തുവാൻ ഒരു കൂട്ടർ എഴുന്നേറ്റപ്പോൾ വാസ്തവത്തിൽ എഫെസോസ് സഭ ആ നടപ്പിനെ പകച്ചു. എന്നാൽ പിന്നീട് കുസ്തുനിയോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായ ശേഷം സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അതൊരു ഉപദേശമായി നീ കൈക്കൊണ്ടിരിക്കുന്നു. കർത്താവിനെ വളരെ നന്ദിയോടുകൂടെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമില്ല, നമ്മൾ സഹോദരന്മാരാണ്. കർത്താവിന്റെ ആ ഉപദേശം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്കിടയായിട്ടുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവിതത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആരാണ് ജയിക്കുന്നവൻ? ആരാണ് ജയിക്കുന്നത്? ഒരു കൂട്ടം പ്രത്യേകാല് എന്തോ ഒരു പരീക്ഷ ജയിക്കുന്ന പോലെ ജയിക്കുന്നവരായിട്ടല്ല. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസികൾ ഏത് കാലഘട്ടങ്ങളിലും ജയിക്കുന്നവരായിട്ടാണ് വചനം പഠിച്ചാൽ കാണാനായിട്ട് കഴിയുന്നു. എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു? ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷം. നമ്മൾ വചനത്തെ പരിശോധിക്കുമ്പോൾ ജീവവൃക്ഷം, ജീവന്റെ അപ്പം, ജീവജലം, ഇങ്ങനെ അനേക കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ജീവൻ നൽകുന്ന ഘടകത്തോടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്ത ശേഷം ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്നത് നാം വായിക്കുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നവൻ എന്നേക്കും ജീവിക്കാതിരിപ്പാൻ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ തോട്ടം, പർദീസ എന്ന വാക്കിന്റെ അർത്ഥം തോട്ടമെന്നാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട കള്ളനോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും, ദൈവത്തിന്റെ തോട്ടം. പൗലോസ് തന്നെ കുറിച്ച് 2 കൊരിന്ത്യർ 12:3 പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ പർദീസയോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുന്നു, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഒരിക്കൽ മനുഷ്യനെ എന്നേക്കും ജീവിക്കാതിരിപ്പാൻ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അതവന് കൊടുക്കും. ജീവൻ നൽകുന്ന ഘടകത്തോടുള്ള ബന്ധത്തിൽ അത് നിലനിൽക്കുന്നു. ജീവവൃക്ഷം, ജീവന്റെ അപ്പം, ജീവജലം, ഇതെല്ലാം അതുള്ള ബന്ധത്തിൽ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഉപമകൾ പറയുമ്പോൾ 7 ഉപമകൾ കർത്താവ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ എടുത്ത് പറയുന്നു. അത് ഇതോടുള്ള ബന്ധത്തിൽ തുലനം ചെയ്ത് പഠിക്കാം. മത്തായി 24:12 കർത്താവ് പറഞ്ഞു, അധർമ്മം പെരുന്നുകൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. എന്നിട്ട് ആദ്യം പറഞ്ഞ ഉപമ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. മത്തായി 13:3-9 വരെ കർത്താവ് അതിന്റെ വ്യാഖ്യാനം 18-23 വരെ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നു, ഈ യുഗം വചനം വിതയ്ക്കുന്ന സമയമാണ്, അതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. എന്നാൽ അവിടെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം,
അതിൻ്റെ വിളവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് 100, 60, 30 മേനിയായി വിളയും. കർത്താവ് അറിയാതെ പറഞ്ഞല്ല, 100, 60, 30 മേനിയായി. വിളവ് കുറയുന്നതായിട്ടാണ് അവിടെ കർത്താവ് പറഞ്ഞത്. വലിയ വിതയാണ്. പണ്ടത്തെ കാലത്തെക്കാൾ എന്ത് വലിയ വിതയാണെന്ന് നടക്കുന്നത്? വലിയ വിതയാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ടാ ഈ വിളവ് കുറഞ്ഞു പോയത്? ഈ വിത്ത് വീഴുന്ന മണ്ണിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി. ആ മണ്ണിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി. ആ മണ്ണ് കർത്താവ് പറഞ്ഞു ഹൃദയമാണ്. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ കേൾക്കുമ്പോഴും മുൻവിധിയോടുകൂടെ വിധിച്ചുകൊണ്ട് അതിനെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ വരുമ്പോൾ കർത്താവ് പറഞ്ഞു അതിന്റെ വിളവിൻ ഫലം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ വന്നപ്പോൾ അധർമ്മം വരുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. അതുകൊണ്ട് നമ്മൾ എത്ര വിതച്ചെന്ന് പറഞ്ഞാലും കർത്താവ് അതിന്റെ ഫലം തരുന്നുണ്ട്. ഭയത്തോടുകൂടെ നാം ഓർക്കണം. 100, 60, 30 ഡിസെൻഡ് ചെയ്യുകയാണ്. ഇന്ന് ആ ഹൃദയത്തിന്റെ നിലവാരത്തെക്കുറിച്ചാണ് അവിടെയും ചൂണ്ടിക്കാണിക്കുന്നത്. എഫെസോസ് സഭയുള്ള ബന്ധത്തിലും അവരുടെ ഹൃദയത്തിന്റെ നിലവാരമാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വസ്തരായി അവന്റെ ഹൃദയത്തിൽ അവന്റെ സഭ എത്ര വിലപ്പെട്ടതാണ്. നമുക്ക് അവന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.